ഹലോ ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 105 സിമിലർ ട്രയാങ്കിൾസിൽ പേജ് നമ്പർ 105 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സ്ക്വയർ കോർണർ ഓഫ് ടു ദ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡ് ഇറ്റ് ഇൻ ടു pieces 2 centimeters and 3 centimeters long. First question, prove that the two small right triangles formed by this perpendicular have the same angles. Second question, taking the height of the perpendicular as h, prove that h by 2 equal to 3 by h. Calculate the lengths of perpendicular sides of original large triangle. Next one is, prove that if the length of the perpendicular from the square corner to a right triangle to the hypotenuse is h and it divide the hypotenuse into pieces of length a and b, then h square equal to ab. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, സോൾവ് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഈ സ്ക്വയർ കോർണറിൽ നിന്ന് ഇതാണ് 90 ഡിഗ്രി ആംഗിൾ. സോ ഈ സ്ക്വയർ കോർണറിൽ നിന്ന് നമ്മൾ താഴത്തെ സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഈ സൈഡിനെ 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ട്രയാങ്കിളിന് ഞാൻ എ ബി സി എന്ന പേര് കൊടുക്കുന്നു ആൻഡ് ഈ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന് ഡി ആയിട്ടും കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? പ്രൂവ് ദാറ്റ് ദ ടു സ്മോൾ റൈറ്റ് ട്രയാങ്കിൾസ് ഫോംഡ് ബൈ ദിസ് പെർപെൻഡിക്കുലർ ഹാവ് ദ സെയിം ആംഗിൾസ്. അപ്പോൾ ഇവിടെ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. സോ ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസ് സെയിം ആണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ ട്രയാങ്കിൾ എ ഡി സിയിൽ ആംഗിൾ എ ഡി സി എത്രയാണ്? ആംഗിൾ എ ഡി സി 90 ഡിഗ്രിയാണ് അല്ലേ. ഈ ആംഗിൾ ഞാൻ എക്സ് ഡിഗ്രി ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ആംഗിൾ സി എ ഡി ഈക്വൽ ടു എക്സ് ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ എ സി ഡി എന്ന് പറയുന്നത് 90 മൈനസ് എക്സ് ആയിരിക്കും അല്ലേ. 90 മൈനസ് എക്സ് ആയിരിക്കും. സോ അതേപോലെ തന്നെ നമുക്ക് ഈ ബി ഡി സി ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഇൻ ട്രയാങ്കിൾ ബി ഡി സി ആംഗിൾ ബി ഡി സി ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ ബി ഡി സി എത്രയാണ്? 90 ഡിഗ്രിയാണ്. ആൻഡ് ഇത് 90 മൈനസ് എക്സ് ഡിഗ്രിയാണ്. ഇത് ടോട്ടൽ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? അതായത് ഈ 90 മൈനസ് എക്സിൻ്റെ കൂടെ ഈ ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 90 ഡിഗ്രി കിട്ടണം അല്ലേ. അപ്പോൾ 90 മൈനസ് എക്സിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് 90 കിട്ടുക? എക്സ് ആഡ് ചെയ്താൽ കിട്ടും അല്ലേ. മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ചെയ്ത് പോയി 90 ഈക്വൽ ടു 90. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, സോ ആംഗിൾ ബി ഡി സി 90 ഡിഗ്രി ആൻഡ് ആംഗിൾ ഡി സി ബി ഈക്വൽ ടു എക്സ് ഡിഗ്രി ആൻഡ് ആംഗിൾ ഡി ബി സി ഈക്വൽ ടു 90 മൈനസ് എക്സ് ഡിഗ്രി. സോ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ട്രയാങ്കിളിലെ 3 ആംഗിൾസും സെയിം ആണെന്ന് കിട്ടി. സോ സെയിം ആംഗിൾസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, സെയിം ആംഗിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ. നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ സെയിം ആംഗിൾസ് ആണെങ്കിൽ ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി ടേക്കിംഗ് ദ ഹൈറ്റ് ഓഫ് ദി പെർപെൻഡിക്കുലർ ആസ് എച്ച്, പ്രൂവ് ദാറ്റ് എച്ച് ബൈ 2 ഈക്വൽ ടു 3 ബൈ എച്ച്. അതായത് ഈ പെർപെൻഡിക്കുലറിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ, ഇതിനെ എച്ച് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, സോ ഞാനിവിടെ ഈ പെർപെൻഡിക്കുലർ ഹൈറ്റിനെ എച്ച് ആയിട്ട് എടുത്തു. ഇനി പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ടു പ്രൂവ് എച്ച് ബൈ 2 ഈക്വൽ ടു 3 ബൈ എച്ച്. എച്ച് ബൈ 2 ഈക്വൽ ടു 3 ബൈ എച്ച്. ഇങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ട് സിമിലർ ട്രയാങ്കിൾസിനെയും കൺസിഡർ ചെയ്യുന്നു. സിമിലർ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും എന്നൊരു കണ്ടീഷൻ നമുക്കറിയാം അല്ലേ, എന്നൊരു റിസൾട്ട് നമുക്കറിയാം. സോ ആ ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്നിവിടെ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഞാനിവിടെ ഈ രണ്ട് ട്രയാങ്കിൾ ബി ഡി സിയും അതുപോലെ ട്രയാങ്കിൾ എ ഡി സിയും കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ ഈ ആംഗിൾസ് ഞാൻ എഴുതുന്നുണ്ട്. ഒന്ന് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രീൻ്റെ ആവശ്യമില്ല നമുക്ക്. 90 മൈനസ് എക്സ് ഡിഗ്രി എഴുതുന്നു. ആൻഡ് അടുത്ത ആംഗിൾ എക്സ് ഡിഗ്രി അല്ലേ.
അപ്പോൾ ഈ ട്രയാങ്കിൾ ബി ഡി സിയിൽ 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എച്ച് ആണ് അല്ലേ. ആൻഡ് എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. സോ 3. ഇനി എ ഡി സിയിലാണെങ്കിലോ 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്. ആൻഡ് എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എച്ച് ആണ്. ഓക്കെ, ഈ ബി ഡി സിയും എ ഡി സിയും സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ റേഷ്യോ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആണ് എന്ന് പറയാൻ പറ്റും അല്ലേ. സോ ഇവിടെ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം h/2 = 3/h. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് ഒറിജിനൽ ലാർജ് ട്രയാങ്കിൾ. ഈ തന്നിരിക്കുന്ന ഏറ്റവും സ്മോളർ ട്രയാങ്കിൾസിൻ്റെ കേസല്ല പറയുന്നത്, ഒറിജിനൽ ലാർജ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ. ഇത് 5 സെൻറ്റിമീറ്റർ ആണെന്നറിയാം. ആൻഡ് ഈ 2 സൈഡ്സിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആകെ നമ്മുടെ കയ്യിലുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഈ സൈഡ് 5 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. ഈ ഒരു റിസൾട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു റിസൾട്ട് ഉപയോഗിക്കുന്ന സമയത്ത് തേർഡ് സബ് ക്വസ്റ്റിൻ്റെ ആൻസറാണ്. സോ h/2 = 3/h എന്ന് പറയുന്നൊരു റിസൾട്ട് ഉണ്ട്. ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തിട്ട് എച്ചിൻ്റെ വാല്യൂ എന്ത് വരുമെന്ന് നമുക്ക് നോക്കാം. h × hs h² = 6 എന്ന് കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ h = √6 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ എച്ചിൻ്റെ വാല്യൂ എന്ത് കിട്ടി, √6 എന്ന് കിട്ടി. ഓക്കെ, എച്ചിൻ്റെ വാല്യൂ √6 എന്ന് കിട്ടിയത് കൊണ്ട് ഇവിടെ നമുക്ക് ഈ ട്രയാങ്കിൾ എ ഡി സിയും അതുപോലെ ബി ഡി സിയും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് എ സിയുടെയും ബി സിയുടെയും വാല്യൂ പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും. ഓക്കെ, സോ ഈ ട്രയാങ്കിൾ എ ഡി സി ഞാൻ ആദ്യം കൺസിഡർ ചെയ്യാണ്. ഇൻ ട്രയാങ്കിൾ എ ഡി സി, ട്രയാങ്കിൾ എ ഡി സിയിൽ ട്രയാങ്കിൾ എ ഡി സി, ഈ ഒരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിൾ എ ഡി സി എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അക്കോർഡിംഗ് ടു പൈത്തഗോറസ് തിയറം പ്രകാരം എങ്ങനെയാണ്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതാണ് പൈത്തഗോറസ് തിയറം. ഈ പൈത്തഗോറസ് തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ട്രയാങ്കിളിലെ എ ഡി സിയിലെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് എ സി ആണ് അല്ലേ. സോ AC² = AD² പ്ലസ് DC² എന്ന് പറയാൻ പറ്റുമല്ലോ അല്ലേ. സോ AC² = AD² പ്ലസ് DC² എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇവിടെ AD എന്ന് പറയുന്നത് 2 ആണ്, 2² പ്ലസ് DC എന്ന് പറയുന്നത് √6 ആണെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. √6², 2 × സ്ക്വയർ 4 പ്ലസ് √6 × സ്ക്വയർ 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. AC² = 10 ആണെങ്കിൽ AC = എന്തായിരിക്കും, √10 ആയിരിക്കും. ഓക്കെ, AC = √10 ആയിരിക്കും വാല്യൂ. അപ്പോൾ നമുക്ക് ACയുടെ പെർപെൻഡിക്കുലർ സൈഡ്സിൽ ഒരു സൈഡിൻ്റെ ലെങ്ത് കിട്ടി √10 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് കണ്ടുപിടിക്കാമല്ലോ. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ, എ ബി സി എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. ആംഗിൾ സി ആണ് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ BC² എന്തെന്ന് വരാം, അതായത് ഇത് ആൾട്ടിറ്റ്യൂഡാണ് അല്ലേ. ആൾട്ടിറ്റ്യൂഡ് ബേസ് ആയിട്ട് എടുക്കുക. ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 5² മൈനസ് ബേസ് എന്ന് പറയുന്നത് √10². That is equal to 25 minus 10 equal to 15. So BC² = 15 ആണെങ്കിൽ BC = √15 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് √15 ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, prove that if the length of the perpendicular from the square corner to a right triangle to the hypotenuse is h and it divides the hypotenuse into pieces of length a and b, then h² = ab. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്നുമില്ല, അതായത് ഈ തന്നിരിക്കുന്ന റൈറ്റ് ട്രയാങ്കിളിൻ്റെ സ്ക്വയർ കോർണറിൽ നിന്ന് താഴേക്കുള്ള ഈ ലെങ്ത്തിനെ h ആയിട്ട് എടുത്തു. ആൻഡ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2 ഉം 3 ആണെന്നാണ് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നത്. അതിന് പകരം എയും ബിയും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ h² = ab എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്ക് ഓൾറെഡി കയ്യിലുള്ളത് h/2 = 3/h എന്നല്ലേ.
അപ്പോൾ ഇതിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. 2ന് പകരം എ ആയിട്ടെടുത്തു, 3ക്ക് പകരം ബി ആയിട്ടെടുത്തു. ഓക്കെ, അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, 2ന് പകരം എ കൊടുക്കാം, 3ക്ക് പകരം ബി കൊടുക്കാം, b/h. ഓക്കെ, സോ ഇതിനൊന്ന് ക്രോസ് ചെയ്യുന്ന സമയത്ത് h² = AB എന്ന് കിട്ടും. ഇതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ള അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, 4 ക്വസ്റ്റ്യനും നന്നായി തന്നെ നോക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. At the two ends of a horizontal line, angles of the same size are drawn and 2 points on these slanted lines are joined. Prove that the horizontal line and the slanted line cut each other into parts in the same ratio. Next, prove that the slanted lines at the ends of the horizontal line are also in the same ratio. Next question, explain how this idea can be used to divide a 6 cm long line in the ratio 3:4. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. അറ്റ് ദ എൻഡ്സ് ഓഫ് എ ഹൊറിസോണ്ടൽ ലൈൻ, ഒരു ഹൊറിസോണ്ടൽ ലൈനിൻ്റെ 2 എൻഡ്സ് എടുക്കുന്നു. ഓക്കെ, ലൈനിന് ഞാൻ AB എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ആംഗിൾസ് ഓഫ് സെയിം സൈസ് ആർ ഡ്രോൺ ആൻഡ് 2 points on these slanted lines are joined. അപ്പോൾ സെയിം സൈസിലുള്ള 2 ആംഗിൾസ്, ഇവിടെ x° ആണെങ്കിൽ ഇതും x° ആകത്തക്ക രീതിയിൽ 2 ആംഗിൾസ് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഏതെങ്കിലും 2 പോയിൻറ്റ്സ്, ആ 2 പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഈ സ്ലാൻഡഡ് ലൈൻസിനെ ജോയിൻ ചെയ്യുന്നു. പ്രൂവ് ദാറ്റ് ദ ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് സ്ലാൻഡഡ് ലൈൻ, ഈ ഹൊറിസോണ്ടൽ ലൈനും ഈ സ്ലാൻഡഡ് ലൈനും കട്ട് ഈച്ച് അതർ ഇൻ ടു പാർട്സ് ഇൻ ദ സെയിം റേഷ്യോ, അത് കട്ട് ചെയ്യുന്ന റേഷ്യോ സെയിം ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പോയിൻറ്റിനെ O ആയിട്ട് എടുക്കുന്നു ആൻഡ് ഈ ഒരു ലൈനിനെ CD ആയിട്ടും എടുത്തിട്ടുണ്ട്. ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് AO ഈസ് ടു OB എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം, OC ഈസ് ടു ODക്ക് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതായത് കട്ട് ചെയ്യുന്നത്, ഈ 2 ലൈൻസും പരസ്പരം കട്ട് ചെയ്യുന്നത് സെയിം റേഷ്യോയിലാണ്. AO ഈസ് ടു OB = OC ഈസ് ടു OD എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ ട്രയാങ്കിൾ AOCയും അതുപോലെ ട്രയാങ്കിൾ OBDയും ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ ആംഗിൾ Aയും ആംഗിൾ Bയും ഈക്വൽ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഗിവൺ ആണ്. അപ്പോൾ ഞാനതിനെ x° ആയിട്ട് അങ്ങനെ എടുത്തു. ആൻഡ് ഈ 2 ആംഗിൾസ് എന്ന് പറയുന്നത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ, സോ അതും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. ആംഗിൾ AOC = ആംഗിൾ DOB, അത് എത്രയാണ് y° ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ആൻഡ് ഒരു 2 ട്രയാങ്കിൾസിൽ 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇത് Z ആണെങ്കിൽ ഇതും Z° ആയിരിക്കും. സോ ആംഗിൾ ACO = ആംഗിൾ BDO ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു Z°. ഓക്കെ, അപ്പോൾ 2 ട്രയാങ്കിളിലെ 3 ആംഗിൾസും സെയിം ആണെങ്കിൽ അത്തരത്തിലുള്ള ട്രയാങ്കിൾസിനെ നമ്മൾ എന്തെന്നാ പറയുക, അതിനെ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് തന്നെ സൈഡ്സിൻ്റെ റേഷ്യോ എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ. സോ നമുക്ക് എന്തായിട്ട് എഴുതാം, ഇവിടെ ട്രയാങ്കിൾ AOC ആൻഡ് ട്രയാങ്കിൾ BOD, ഈ 2 ട്രയാങ്കിളും കൺസിഡർ ചെയ്യുന്നു. ഇതിൻ്റെ ആംഗിൾസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, x°, y°, z°. ഇനി ആംഗിൾ AOCയിൽ എക്സിന് ഓപ്പോസിറ്റുള്ള സൈഡ് നോക്കാം, ഏതാണ്, OC ആണ് അല്ലേ. അപ്പോൾ അത് എഴുതി. ഇനി വൈക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് നോക്കാം, AC ആണ് അല്ലേ, സോ അതും എഴുതി. ഇനി സെഡിന് ഓപ്പോസിറ്റുള്ള സൈഡ് AO ആണ്, AOയും എഴുതി. ഇനി അതേപോലെ ആംഗിൾ BODയിൽ എക്സിന് ഓപ്പോസിറ്റുള്ള സൈഡ് OD ആണ്, വൈക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് BD ആണ്, ആൻഡ് സെഡിന് ഓപ്പോസിറ്റുള്ള സൈഡ് OB ആണ്. ഓക്കെ, സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതല്ലേ, AO ഈസ് ടു OB = OC ഈസ് ടു OD. അതായത് ഇതിനെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ AO/OB എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം, OC/ODക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ 2 കാര്യങ്ങൾ, 2 റേഷ്യോ എടുത്ത് നോക്കുക, 2ഉം ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. OC/OD = AO/OB എന്ന
നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ സ്ലാൻഡർ ലൈൻസ് അറ്റ് ദ എൻഡ്സ് ഓഫ് ദി ഹൊറിസോണ്ടൽ ലൈൻ ആർ ഓൾസോ ഇൻ ദ സെയിം റേഷ്യോ. പ്രൂവ് ദാറ്റ് ദ സ്ലാൻഡർ ലൈൻസ് അറ്റ് ദ എൻഡ്സ് ഓഫ് ദി ഹൊറിസോണ്ടൽ ലൈൻ ആർ ഓൾസോ ഇൻ ദ സെയിം റേഷ്യോ. സ്ലാൻഡർ ലൈൻസ് അറ്റ് ദ എൻഡ്സ് ഓഫ് ദി ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുമ്പോൾ ഈ എ സിയും ബി ഡിയും ആണ്. ഈ എ സിയും ബി ഡിയും ഇതേ റേഷ്യോയിലാണ് എന്നാണ് കാണിക്കേണ്ടത്. അത് ഓൾറെഡി നമുക്കിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അല്ലേ. ഈ മൂന്ന് റേഷ്യോയും ഈക്വൽ ആണെന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രകാരം ഒ സി ബൈ ഒ ഡി ഈക്വൽ ടു എ സി ബൈ ബി ഡി ഈക്വൽ ടു എ ഒ ബൈ ഒ ബി. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതും കിട്ടിയിട്ടുണ്ട്. ഇനി explain how this idea can be used to divide a 6 cm long line in the ratio 3:4. അതായത് ഒരു 6 cm ലോങ് ലൈൻ വരയ്ക്കുക. ആ ലൈനിനെ 3:4 റേഷ്യോയിൽ കട്ട് ചെയ്യാൻ ഈ ഒരു മാർഗ്ഗം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. സോ ഞാനിവിടെ ഒരു 6 cm ലെങ്ത്തുള്ള ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇതിന് 3:4 റേഷ്യോയിൽ കട്ട് ചെയ്യാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. കാരണം 7 cm ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് 6 cm ആയതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഈ ഒരു റിസൾട്ട്, അതായത് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ എടുത്തത് എങ്ങനെയാണ്, ഈ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ 2 എൻഡ്സിലായിട്ട് ഈക്വൽ സൈസുള്ള ആംഗിൾസ് ആണ് മെഷർ ചെയ്തത് അല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു 40 ഡിഗ്രി എടുക്കുന്നുണ്ട്. 40 ഡിഗ്രി ഇവിടെ മെഷർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഞാൻ 40 ഡിഗ്രി മെഷർ ചെയ്യുന്നു. ഓക്കെ, ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യേണ്ട റേഷ്യോ എന്ന് പറയുന്നത് 3:4 അല്ലേ. അപ്പോൾ ഞാൻ ഈ സൈഡിൻ്റെ ലെങ്ത്ത്, അതായത് എ സി ബൈ ബി ഡി എന്ന് പറയുന്ന റേഷ്യോയ്ക്ക് ഈക്വലാണ് എ ഒ ബൈ ഒ ബിയും അതുപോലെ ഒ സി ബൈ ഒ ഡിയും. അപ്പോൾ ഈ എ സി 3യും അതുപോലെ ബി ഡി 4ഉം എടുത്തു കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്യുന്ന റേഷ്യോ എന്താവും, 3:4 ആവും അല്ലേ. അപ്പോൾ ഞാൻ ഈ സൈഡിൻ്റെ ലെങ്ത്ത് 3 cm ആയിട്ടും അതുപോലെ ഈ ഒരു ലൈനിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 cm ആയിട്ടും എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന 6 cm ലോങ് ലൈനിനെ സി ഡി എന്ന് പറയുന്ന പോയിൻറ്റ് ഓയിൽ കട്ട് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 3:4 ആയിരിക്കും. എ ഒ ഈസ് ടു ഒ ബി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, 3:4 ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. താങ്ക് യു.